ഇംഗ്ലീഷ് സാഹിത്യത്തിലെ മലയാളികളുടെ കയ്യൊപ്പ് നിരവധിയാണ്. അതിലേറ്റവും ശ്രദ്ധേയമായി അടുത്തിടെ നമ്മളൊക്കെ ശ്രദ്ധിച്ച ഒരു എഴുത്തുകാരിയുണ്ട്, അനുരാധ വിജയകൃഷ്ണൻ. അനുരാധ പോയട്രി ഉണ്ട്, അതോടൊപ്പം തന്നെ നോവലുണ്ട്. അനുരാധയുടെ പുസ്തകം ഇതുപോലെ അറബിക്കിലേക്ക് അടക്കം ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുമുണ്ട്. അനുരാധ ദുബായിൽ താമസിക്കുന്നു, നമുക്കൊപ്പം ചേരുന്നു. അനുരാധ, ആദ്യം ഈ നോവല സീയിങ് ദ ഗേൾ എന്ന് പറയുന്ന പുസ്തകത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. അത് 2007 മാനേഷ്യൻ ലിറ്റററി പ്രൈസിൽ ലോങ് ലിസ്റ്റ് ചെയ്തിട്ടുള്ളൊരു പുസ്തകം കൂടിയാണ്. എന്താണ് സീയിങ് ദ ഗേൾ? അവിടെ നിന്ന് തുടങ്ങാം നമുക്ക്. സീയിങ് ദ ഗേൾ എന്ന് പറഞ്ഞാൽ മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്താൽ വേണമെങ്കിൽ പെണ്ണ് കാണൽ എന്നുള്ളൊരു രീതിയിൽ ട്രാൻസ്ലേറ്റ് ചെയ്യാം. അതൊരു ഓൾമോസ്റ്റ് ഒരു മെറ്റഫറിക്കൽ ടൈറ്റിലായിട്ടാണ്. അതൊരു വിമൻ ആണ് അതിൻ്റെ സെൻറ്ററിൽ. ഈ ഇതിൻ്റെ ഒരു ഫാമിലിയിലത്തെ സ്റ്റോറിയാണ്. 2 സിസ്റ്റേഴ്സിൻ്റെ ഒരു എക്സ്പീരിയൻസസും ഒരു ഫാമിലിയുടെ അകത്തുള്ള ഒരു കോംപ്ലക്സിറ്റീസ് ഉണ്ട്. നമ്മൾ എപ്പോഴും ഡ്രാമ അല്ലെങ്കിൽ സ്റ്റോറി എന്ന് പറയുമ്പോൾ പുറത്ത് നടക്കുന്നത് പലതും ആണ് നമ്മൾ കഥയായിട്ട് കാണുന്നത്. പക്ഷെ പലപ്പോഴും വീടുകളുടെ ഉള്ളിൽ നടക്കുന്നതും പിന്നെ ആൾക്കാരുടെ ഒരു ഇന്നർ ലൈഫ് ഉണ്ടല്ലോ, നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ നടക്കുന്ന പല കാര്യങ്ങളിലുമാണ് ചിലപ്പോൾ ശരിയായിട്ട്, എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ശരിയായിട്ടുള്ള ഒരു ഡ്രാമ, ആ ഒരു കോംപ്ലക്സിറ്റി നമ്മൾ പുറമേക്ക് കാണിക്കുന്നതായിരിക്കില്ല, പുറത്ത് പറയില്ല, ബട്ട് വാട്ട് ഈസ് ഗോയിങ് ഓൺ ഇൻസൈഡ് പീപ്പിൾസ് ഹെഡ്സ്. അപ്പോൾ അങ്ങനെ ഒരു ഫാമിലിയുടെ അകത്തുള്ള ചില ടെൻഷൻസും 2 സിസ്റ്റേഴ്സും അവരുടെ മദറും ഒക്കെ തമ്മിലുള്ളൊരു ഒരു സിറ്റുവേഷണൽ ഇതാണ്. അതാണ് ഇതിൽ സീയിങ് ദ ഗേൾ എന്ന് പറഞ്ഞാൽ. നമുക്കത് ഒരു സോഷ്യൽ ലൈഫും ഉണ്ടാകും, അതോടൊപ്പം തന്നെ ഇന്റേണൽ ആയിട്ടുള്ള ഒരു ലൈഫും. അതാണ് കുറച്ചുകൂടെ റിയൽ ആയിട്ടുള്ളത്. നമ്മൾ പുറമേക്ക് കാണിക്കുമ്പോൾ പലതും നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ നമ്മൾ കൺട്രോൾ ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ അഭിനയിക്കും, ആക്ട് ചെയ്യും, സോഷ്യൽ നോംസ് അനുസരിച്ച് പോവുക, അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷേ പലർക്കും അതിൽ നിന്നൊക്കെ വളരെ ഡിഫറെൻ്റ് ആയിട്ട് ഉള്ളിൽ പലതും നടക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ നമ്മളറിയില്ല. പുറമേക്ക് കാണുന്ന ഒരു പേഴ്സൺ ആയിരിക്കില്ല ചിലപ്പോൾ അവരുടെ ഇന്നർ പേഴ്സൺ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള തീംസ് എനിക്കിഷ്ടമാണ്, വളരെ ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ ഉള്ളൊരു എക്സ്പ്ലോറേഷനാണ് ഇത്. അല്ല, ഇങ്ങനെ ഒരു വളരെ ചെറിയൊരു ഇൻസിഡൻ്റ് ആണ് ശരിക്കും ഇതിൽ, അത്രേ ഉള്ളൂ. പക്ഷെ അതിൻ്റെ ബിഫോർ ആൻഡ് ആഫ്റ്റർ. നോവലിനെ കുറിച്ച് പറയുമ്പോൾ അത് എങ്ങനെയാണ് എഴുത്തിലേക്ക് വരുന്നത്? എഴുത്തിലേക്ക് വരുന്നത് വായനയിലൂടെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്കങ്ങനെ അത് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. പക്ഷേ കുട്ടിക്കാലം തൊട്ട് ഇഷ്ടം പോലെ വായിക്കും, എല്ലാ തരം വായനയുണ്ട്. ഞാൻ വളർന്നു വന്ന സാഹചര്യങ്ങളൊക്കെ ഒരുപാട് ഇങ്ങനത്തെ ഒരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു. ഇഷ്ടംപോലെ ബുക്സും വായനയും ലൈബ്രറീസും, വീട്ടിലും എല്ലാവരും വായിക്കും. പിന്നെ പൊതുവേ ആർട്സിനോട്, കലകളും പ്രത്യേകിച്ച് മ്യൂസിക്, പെർഫോമിംഗ് ആർട്സ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ എപ്പോഴും ഒപ്പം ഉണ്ടായിരുന്നു. പിന്നെ പഠിച്ചത് എഞ്ചിനീയറിംഗ് ആയിരുന്നു. പഠിച്ചത് എഞ്ചിനീയറിംഗ് ആണ്, MBA അങ്ങനെ പോയി. അതങ്ങനെയാണ്. തൃശ്ശൂർ എഞ്ചിനീയറിംഗ് തൃശ്ശൂരാണ് പഠിച്ചത്. MBA പിന്നെ XLRI ജംഷഡ്പൂരിൽ. പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കമലാദാസിൽ നിന്നൊരു ഇൻസ്പിറേഷൻ ഉണ്ടാകുന്നത്. ഇൻസ്പിറേഷൻ അല്ല, ഒരു ലക്കി എൻകൗണ്ടർ എന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ എഞ്ചിനീയറിംഗിന് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ എറണാകുളത്തൊരു അവരന്ന് എറണാകുളത്തേക്ക് മാറിയ സമയമാണ്. അപ്പോൾ ഒരു വർക്ക്ഷോപ്പോ മറ്റോ ഞാൻ പോയി, എന്താണെന്ന് എക്സാക്ട്ലി എനിക്ക് ഓർമ്മയില്ല, എന്തോ ഒരു ഇതുണ്ടായിരുന്നു. അപ്പോൾ അവിടെ വെച്ചിട്ട് അന്ന് ഞാനിങ്ങനെ എൻ്റെ ഒരു ഒപ്പീനിയനിൽ ഞാൻ കുത്തിക്കുറിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് അവർ വായിച്ചിട്ട് ഒരുപാട് എൻകറേജ്മെൻറ്റ് തന്നു. വളരെ പേഴ്സണലായിട്ട് അവർ എൻകറേജ്മെൻറ്റ് തന്നു എന്ന് മാത്രമല്ല, അവരെന്നെ പബ്ലിഷ് ചെയ്തു. കുറേ പോയിംസ് എടുത്തിട്ട് അവർ എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്ന ഒരു മാഗസീനിൽ പബ്ലിഷ് ചെയ്തു, ഫെമിനയില. അപ്പോൾ അത് അന്ന് വലിയൊരു കാര്യമാണ്, കാരണം കോളേജ് സ്റ്റുഡൻ്റ് ആണ്, അതിന് പേയ്മെൻറ്റും കിട്ടി. അപ്പോൾ അന്ന് അത് വലിയൊരു കാര്യമായിരുന്നു. ആദ്യ പുസ്തകം ഏതാ? വൺ ഡേ വൺ മോർണിംഗ്. അതാണ് ആദ്യം വന്നത്. പിന്നെ കുറച്ച് കൊല്ലം കഴിഞ്ഞിട്ട് ഈ പോയട്രി കളക്ഷൻ വന്നു. ഈ വൺ ഡേ വൺ മോർണിംഗ് അതാണ് ഏറ്റവും അവസാനം വന്നത്. ഈ വൺ ഡേ വൺ മോർണിംഗ് അതാണ് നമ്മൾ നോവല എന്ന് പറയുന്നത്. നോവൽ എഴുതിയിട്ട് നോവലയിലേക്ക് മാറിയപ്പോൾ അതിൻ്റെ കാരണം നോവലയ്ക്ക് കുറച്ചും കൂടി ഒരു ഒതുക്കം വേണം. ഇത് എനിക്ക് തന്നെ ഒരു ഡിസ്കവറി പ്രോസസ് ആയിരുന്നു. കാരണം നോവല എന്നുള്ളൊരു ജോണ് ശരിക്കും പണ്ടേ തൊട്ടുണ്ട്. നമ്മൾ ക്ലാസിക്കായിട്ട് വിചാരിച്ചിരിക്കുന്ന പല വെസ്റ്റേൺ ഇതിൽ നോക്കുകയാണെങ്കിലും ഒക്കെ നോവലാസ്, ഓൾഡ് മാൻ ആൻഡ് ദ സീ, ഏർണസ്റ്റ് ഹെമിംഗ്വേ, അത് ശരിക്കും ഒരു നോവലാണ്. അപ്പോൾ അതുണ്ട്. പക്ഷേ എനിക്കൊന്നും ഒന്നാമത് ഞാൻ ലിറ്റററി ഇതിൽ ട്രെയിൻഡ് അല്ല, ഞാനതിങ്ങനെ എൻ്റെ ഒരു ഇതനുസരിച്ച് എഴുതുന്നേ ഉള്ളൂ. അതുപോലെ തന്നെയാണ് ഇത് പോയട്രി അല്ലേ? അതാണ് ഈ പോയട്രി ആണ്, അല്ലെങ്കിൽ ദ ഹൂം മൈ ബേർഡ്, അതാണ് നമുക്ക് അറബിക്കിലേക്ക് കൂടെ വന്നിട്ടുള്ളത്. ശരിക്കും ചെറുകഥയാണെങ്കിലും അല്ലെങ്കിൽ കവിതയാണെങ്കിലും നോവലാണെങ്കിലും എല്ലാ ഫോർമാറ്റിലും കൈ വെച്ച് പോയിരിക്കുകയാണ്. അത് ഇന്റൻഷണൽ ആയിട്ടല്ല, എന്ന് വെച്ചാൽ അങ്ങനെ ഒരു പ്ലാനിൽ പോകുന്നൊന്നുമല്ല. എന്താ ഇപ്പം എഴുതാൻ തോന്നുന്നതെന്ന് വെച്ചാൽ
അപ്പം ഞാൻ അത് എഴുതും. ഫാമിലി, ഹസ്ബൻഡ്, മക്കൾ? ഹസ്ബൻഡ്, 2 കുട്ടികൾ. ഹസ്ബൻഡ് പേര് ദീപക് ചന്ദ്രൻ, ഇവിടെ എമിറേറ്റ്സ് NBDയിൽ ആണ്. മൂത്ത മോള് സിംഗപ്പൂരിൽ പഠിക്കുകയാണ്, അവിടെ എഞ്ചിനീയറിംഗ് അവിടെ പഠിക്കുകയാണ്. മോൻ ഇവിടെ ദേവനാരായണൻ, അവനിവിടെ സ്കൂളിലാണ്. മോള് ചിത്രരചന, മകന് പാട്ട്. എല്ലാവരും കുറച്ച് എല്ലാം ഉണ്ട്. മോള് വരയ്ക്കും, അവളും കുറച്ച് പാട്ടും വയലിൻ പഠിച്ചിട്ടുണ്ട്. മോൻ ഇങ്ങനെ ഇൻസ്ട്രുമെന്റ്സ് പഠിക്കുന്നു. എല്ലാവരും പിന്നെ ഇപ്പോൾ അവരുടെ ഇഷ്ടം പോലെ അവരത്. ശരിക്കും ഒറിജിൻ എറണാകുളത്ത് നിന്നാണോ? എങ്ങനെയാണ് ഫാമിലി ബാക്ക്ഗ്രൗണ്ട്? ഒറിജിൻ എന്ന് പറഞ്ഞാൽ എറണാകുളം എന്ന് പറയും, പക്ഷേ എനിക്ക് ശരിക്കും പറഞ്ഞാൽ എൻ്റെ അച്ഛൻ ഫാക്ടിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത്, പബ്ലിക് സെക്ടർ. അതെ, മിസ്റ്റർ വിജയകൃഷ്ണൻ. അപ്പോൾ ഫാക്ടിൻ്റെ ഇൻഡസ്ട്രിയൽ ടൗൺഷിപ്പ് ഉണ്ട്, 2 ടൗൺഷിപ്സ് ഉണ്ട്, അമ്പലമേടുണ്ട്, ഉദ്യോഗമണ്ഡലമുണ്ട് എറണാകുളത്ത്. അവിടെയാണ് വളർന്നതൊക്കെ. എനിക്ക് ശരിക്ക് നാട്, തറവാട് എന്നൊക്കെ പറഞ്ഞാൽ ആ ടൗൺഷിപ്സാണ്. അവിടെയാണ് ഞങ്ങളൊക്കെ ഞാനൊക്കെ വളർന്നതും സ്കൂളിൽ പോയതും പഠിച്ചതും എല്ലാം, ഇൻക്ലൂഡിങ് എല്ലാം അവിടെയായിരുന്നു. അത്രയും ഒരു വളരെ അപ്പോൾ അതാണ് ശരിക്കും നാട്, തറവാട് എന്ന് പറഞ്ഞാൽ. പിന്നെ എറണാകുളം, കൊച്ചിയൊക്കെ അതിൻ്റെ ഒരു അതിന് പുറത്ത് വന്ന് അതൊക്കെ ഉണ്ടെന്ന്. എഴുത്തിനൊപ്പം തന്നെ പാട്ടും കൂടെ ഉണ്ടെന്ന് പറഞ്ഞാൽ പണ്ട് പഠിച്ചിരുന്നു, സ്കൂളിലും കോളേജിലൊക്കെ ആയിരുന്നപ്പോൾ പഠിച്ചിരുന്നു. ചില നല്ല ടീച്ചേഴ്സൊക്കെ ഞാൻ പറഞ്ഞില്ലേ, ഫാക്ടിൻ്റെ ഒരു ഇതൊക്കെ പറഞ്ഞാൽ ഫാക്ടിൻ്റെ ഒരു ദാനം തന്നെ പറയും. കാരണം അത്രയും ഒരു കൾച്ചറലി റിച്ച് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി, ഇൻഡസ്ട്രിയൽ ടൗൺഷിപ്പ് ആണെങ്കിൽ അവിടെ എല്ലാം ഉണ്ടായിരുന്നു. നല്ല നല്ല ടീച്ചേഴ്സ്, നല്ല ഫെസിലിറ്റീസ്, വളരെ എൻകറേജ്മെൻറ്റ്, അതെല്ലാം ഉണ്ടായിരുന്നു, സ്കൂളിലാണെങ്കിലും പൊതുവെ ആണെങ്കിലും. അപ്പോൾ ഇതെല്ലാം പഠിച്ചു. പിന്നെ വർക്കിലോട്ടൊക്കെ പോയപ്പോൾ അതൊക്കെ വിട്ടു. ആക്ച്വലി വെറും കർണാടക സംഗീതം പഠിച്ചിരുന്നു. പിന്നെ കോളേജിലോട്ടൊക്കെ പോയി, കേരളമൊക്കെ വിട്ടപ്പോൾ പിന്നെ ടീച്ചേഴ്സായിട്ടുള്ള കണക്ഷനൊക്കെ വിട്ടു. പിന്നെ ആ ലൈനിൽ നിന്ന് ഫുള്ളി പോയി. ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഇവിടെ ഒരു ടീച്ചറിനെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഹിന്ദുസ്ഥാനി കുറച്ച് പഠിക്കാൻ ശ്രമിക്കുകയാണ്. കേൾക്കാൻ പറ്റുമോ? हाय मर जाएंगे हम तो लुट जाएंगे, ऐसी बातें किया ना करो, आज जाने की जिद ना करो, यूं ही पहलू में बैठे रहो, यूं ही पहलू में बैठे रहो, आज जाने की जिद ना करो. ഗ്രേറ്റ്. എഴുത്തിനെ കുറിച്ച് പുതിയ ചിന്തകളൊക്കെ ഉണ്ടോ? ചിന്തകളൊക്കെ ഉണ്ട്. ഞാനിപ്പോൾ കുറച്ച് ഷോർട്ട് സ്റ്റോറീസ് എഴുതാൻ ഇങ്ങനെയുള്ളൊരു ശ്രമത്തിലാണ്, ഡെവലപ്പ് ചെയ്തുകൊണ്ടൊക്കെ ഇരിക്കുന്നു. അങ്ങനെയൊക്കെ പോകുന്നു. കുറച്ച് പോയട്രി അവിടെ, കുറച്ച് പിന്നെ വേറൊരു നോവലിൻ്റെയൊക്കെ ഒരു മാനുസ്ക്രിപ്റ്റ് അവിടെ കിടക്കുന്നുണ്ട്, അതും തിരിച്ചു പോയി റീവിസിറ്റ് ചെയ്യണം. അങ്ങനെയൊക്കെ ഇങ്ങനെ നടക്കുന്നു. അത് ആ ഒരു മൂഡ് പോലെ ഇരിക്കും. ചിലപ്പോൾ സമയം ഉണ്ടെങ്കിൽ ആ ഒരു മൂഡ് ഉണ്ടാവില്ല. മിക്കവാറും സമയമില്ല, ഉണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ട്, വലിയ ഒരു ധൃതിയില്ല. ഇനി ഇത് തന്നെ ഒരു കൊല്ലത്തോളം എടുത്തു ടു ആക്ച്വലി ഇതിൻ്റെ വർക്ക് മുഴുവൻ തീർക്കാനായിട്ട്. ഓക്കെ, എന്തായാലും വലിയ സന്തോഷം. കാണാനും പരിചയപ്പെടാനും പുസ്തകങ്ങളൊക്കെ അടുത്തറിയാനും പാട്ട് കേൾക്കാനും കഴിഞ്ഞതിൽ വലിയ സന്തോഷം. താങ്ക് യു വെരി മച്ച്. താങ്ക് യു സോ മച്ച്.